ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സിന്ധുമോളസിന്റെ ഒരു പുതിയ വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ചേട്ടായി പണി കഴിഞ്ഞ് വന്നേക്കുന്നതാണ്. ഇച്ചിരി ക്ഷീണമൊക്കെ മാറി മാറി വരുന്നു. എന്നാലും ശരിക്കും ആയിട്ടില്ല. എനിക്ക് ബോഡിയൊന്നും ശരിയായിട്ട് ആയിട്ടില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ശ്വാസം മുട്ടലുണ്ട് കേട്ടോ, കഫക്കെട്ടുള്ളത് നന്നായിട്ട്. ഈ ശ്വാസം മുട്ടലുണ്ട്. അപ്പൊ എന്തായാലും പെട്ടെന്ന് മാറട്ടെ. എന്താ ചുമ പെട്ടെന്ന് മാറത്തില്ല, പതിയെ മാറുന്നു. അപ്പൊ ഇന്ന് വന്നപ്പോ വലിയൊരു പൊതിക്കെട്ടൊക്കെയായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ആ പൊതി എന്നാന്ന് നമുക്കൊന്ന് നോക്കാം. ഇതുകൊണ്ടോ മുട്ടനൊരു പൊതിയൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്നാന്ന് അറിയത്തില്ല. അപ്പൊ നമുക്കൊന്ന് ഓപ്പൺ ചെയ്തു. അതെ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോട്ട് പോയാലോ. ചേട്ടായി വന്നപ്പോ ഒരു വലിയ പെട്ടിയൊക്കെ കൊണ്ടുവരുന്നത് കേട്ടോ. എന്റെ അമ്മ എന്നതാ ഗിഫ്റ്റ് വന്നാണോ? അതേ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയി കേട്ടോ ചേട്ടായി. പനി പിടിച്ചിട്ട് ഇതേപോലൊക്കെ ഒരു പനി വന്നിട്ടില്ല. നന്നായിട്ട് ക്ഷീണിച്ചു പോയി. എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേന് അമ്മ വിളിച്ചു കേട്ടോ. ഇപ്പം കുറേ അധികം കോളുകൾ വരുന്നുണ്ടേ. മുല്ലപ്പെരിയാറിന്റെ പ്രശ്നവും പിന്നെ കുറേ സങ്കടങ്ങളും കാര്യങ്ങളും പറയാനായിട്ട്. സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സ് തുറന്ന് പറയാൻ പറ്റുമല്ലോ എന്ന് കരുതിക്കൊണ്ടേ അങ്ങനെ കുറെ പിള്ളേര് ഒക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ തൊഴിലുറപ്പും കൂടെ ഉള്ളതുകൊണ്ടല്ലോ എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എനിക്ക് കോളൊന്നും എടുക്കാൻ പറ്റുന്നില്ല. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ വന്ന് ഫുഡ് കഴിച്ചിട്ട് ഒരു വിധത്തിലാണ് ഓടി കയറുന്നത് മല. അപ്പോഴത്തേക്കും കോള് വന്നു. അപ്പൊ ഞാൻ ഫോൺ എടുത്ത് പറഞ്ഞു സിന്ധുമേ സംസാരിക്കാനായിട്ട്. അത് പറഞ്ഞൊരു കൊച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു മോനെ ഞാൻ തൊഴിലുറപ്പിന് പോവുക, വൈകിട്ട് വിളിക്കാൻ പോകുമെന്ന് ചോദിച്ചാൽ. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ വെളുപ്പിനെ 6 മണിക്കോ അങ്ങോട്ട് വിളിച്ചോട്ടെ എന്ന്. ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് രാവിലെ എണീറ്റാ ചേട്ടാനെ പോകാനും പിന്നെ നമുക്ക് വീട്ടിലെ ഒരു പരിപാടികൾ മൊത്തം തീർത്ത് വെച്ചിട്ട് വേണ്ടേ തൊഴിലുറപ്പിന് പോകാൻ. അതുകൊണ്ട് എല്ലാരും ഒന്ന് സഹകരിക്കുക കേട്ടോ. 10 പേരുള്ളതും കണക്കാം. ഒരേപോലെ ഫുഡ് ഉണ്ടാക്കുകയും കാര്യങ്ങളും അതിൽ നമുക്ക് ക്ലീൻ ചെയ്തു എല്ലാം കൂടെ കഴിഞ്ഞിട്ടേ. ശരിക്കും ഇന്നിപ്പോ എനിക്കാണെങ്കിൽ പുറത്തിന് ഭയങ്കര വേദന. എന്നാ പറഞ്ഞില്ല, ഭയങ്കര പുറം പൊട്ടി പോകുന്നത്. ചേട്ടായി വന്ന് ഡ്രസ്സ് മാറുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു ചേട്ടാ ഈ മൂവൊന്ന് പുറത്ത് വെക്കാവുന്ന. അതാണ് നമ്മുടെ അവസ്ഥ. അല്ല വിളിക്കരുതെന്നോ അങ്ങനെ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ഈ ഞാൻ തൊഴിലുറപ്പിനൊന്നും പോകാൻ വീട്ടിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഫ്രീ ആണല്ലോ. അപ്പൊ നമുക്ക് നന്നായിട്ട് കേൾക്കാം, എല്ലാവരെയും സംസാരിക്കാം കേട്ടോ. അത് പറയണമെന്ന് തോന്നി. എന്നാ ഇപ്പൊ അപ്പൊ വീഡിയോ ഒക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പപ്പായി വന്നതുകൊണ്ട് ഞങ്ങളൊരു വീഡിയോ എടുക്കാൻ തുടങ്ങി. ഇനി ഇത് എഡിറ്റ് ചെയ്തിട്ട് വേണം എനിക്ക് കിടക്കാൻ. രാത്രി 1:30 ഇപ്പൊ ഉറങ്ങുന്ന സമയം. അത് ഞാൻ നോക്കി ഓൺലൈനിൽ 1:30 ഈ തള്ള എന്നെ എടുക്കുക എന്ന് വല്ലവരും ഓർക്കുന്നത്. എഡിറ്റിങ്ങിന്റെ ഭാഗമാണ് തമ്മിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ വെക്കടി പോണെന്ന് പറഞ്ഞു അമ്മൂനോട്. അപ്പൊ അത് ശരി എന്ന് പറഞ്ഞു വെച്ച് കേട്ടോ. അപ്പൊ ചേട്ടാ ഗിഫ്റ്റ് പൊട്ടിക്കാൻ വേണ്ടി ഇരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നേ എൻ്റെ ഒരു ചേച്ചിക്കുട്ടി ഒരു ഗിഫ്റ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണോ എന്നറിയത്തില്ല. എന്തായാലും നമുക്ക് പൊട്ടിച്ച് നോക്കാതെ. എല്ലാ ദിവസവും ഞാൻ നിങ്ങളോട് ആരോടും ഫോണിൽ കൂടെ സംസാരിച്ചില്ലേലും മിണ്ടിയില്ലേലും ഒക്കെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഉണ്ട്. മാതാവിൻ്റെ അടുത്ത് പോയി ഇത് കേട്ടോ. മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നതും തിരി കത്തിക്കുന്നതും എല്ലാം ഉണ്ട് കേട്ടോ. ചേച്ചിക്കുട്ടി പറഞ്ഞ സാധനം തന്നെ. അതെന്നാ ആദ്യം ഒന്ന് ഓർഡർ ചെയ്തേ. എന്നിട്ട് അത് കറക്റ്റ് സമയത്ത് കിട്ടിയില്ല. ഇങ്ങോട്ടേക്ക് വന്നില്ല. അന്നേരം പിന്നെ ഉടനെ തന്നെ വീണ്ടും ഓർഡർ ചെയ്തതാണ് കേട്ടോ. കുക്കറാണ്, 2 ലിറ്ററിന്റെ കുക്കർ. അത് 5 ലിറ്ററിന്റെ കണ്ട് ആദ്യം ഓർഡർ ചെയ്ത്. എന്നോട് പറഞ്ഞ 5 ലിറ്ററിന്റെ ഒരു കുക്കർ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് വരും കേട്ടോ എന്നൊക്കെ. അത് കഴിഞ്ഞ് പക്ഷെ അതിങ്ങോട്ട് വന്നില്ല. എന്തോ ആ സ്റ്റോക്ക് ഇല്ലാതെ കണ്ട് 1.5 തന്നെ അടുത്തത് ഓർഡർ ചെയ്ത കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടല്ല ഇങ്ങനെ ഓരോരുത്തരും നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റുകളൊക്കെ ചെയ്തത്. നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വന്നാൽ പിന്നെ പിറ്റേ ദിവസം ചിലർക്കൊരു ഒരു വിമ്മിഷ്ടം ഉണ്ടല്ലോ. ഒരു ചെറിയ ചിലര് ഒരു വിഷമമുള്ളവരുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ആരും ചോദിച്ചിട്ടല്ല നമ്മള് തരുന്നത് കേട്ടോ. അത്ര നമ്മള് അതേപോലെ സ്നേഹമുള്ളതുകൊണ്ട് നമുക്ക് തരുന്നതാണ്. ഇങ്ങനത്തെ ഇതിന്റെ കേട്ടോ. എന്നാന്നോ കഴിഞ്ഞതും ചേച്ചി വിളിച്ചോണ്ട് തന്നെ കുക്കർ ചീറ്റി. അയ്യോ ചേച്ചി ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ് പോയതാ. അതിന് വേണ്ടിയിട്ട് ആള് അന്നേരം തന്നെ ഞാൻ ഓർഡർ ചെയ്താണ് കേട്ടോ. അത് നല്ല കുഞ്ഞു കുക്കറല്ലേ, നല്ല രസമാണ് കേട്ടോ. അപ്പം തന്നെ ഞാൻ അടച്ചൊക്കെ ഒന്ന് നോക്കിയതാണ്. ഇങ്ങനത്തെ കുക്കറ് എനിക്ക് വലിയ വശമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ടോ ഇങ്ങനത്തത്? ഇല്ലല്ലേ. നമ്മുടെ ഇങ്ങനത്തെ ഒരെണ്ണം ഉണ്ട്. അന്ന് ഇങ്ങനത്തെ ആണെന്ന് എനിക്ക് തോന്നുന്നത്.
അങ്ങനത്തേതാണ് നമുക്ക് ഇന്നാള്. ഇങ്ങനത്തെ വലുതാണ്, 5 ലിറ്ററിന്റെ വലുതാണ് അന്ന് കിങ്ങിണി മോൾക്ക് ഗിഫ്റ്റ് കിട്ടിയത്. നമ്മളിങ്ങോട്ട് ഒരു പ്രാവശ്യം തൃശ്ശൂരിൽ നിന്ന് വന്നപ്പോ ഞാനിങ്ങനെ അകത്തുനിന്ന് അടയ്ക്കുന്നതില്ലേ, അതാ സാധാരണ മേടിക്കുന്നത്. പക്ഷെ ഇതാ ഒന്നുകൂടെ സേഫ്റ്റിന്ന് എപ്പോഴും കൃഷിയൊക്കെ ഇവിടെ വരുമ്പോഴൊക്കെ പറയുമായിരുന്നു. എന്തായാലും ഇല്ലാതിരിക്കുമായിരുന്നു. നമുക്ക് ഇച്ചിരി 2 പേർക്ക് വല്ല കടലക്കറിയോ പരിപ്പ് കറിയോ ഒക്കെ വെക്കാൻ സുഖം. അതെ അതെ. അപ്പം വെക്കാനായിട്ട് നല്ല അടിപൊളി കേട്ടോ. താങ്ക് യു ചേച്ചി, താങ്ക് യു. വേണ്ട ഇന്ന് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ, എന്നാലും സമാധാനം ഇല്ലാഞ്ഞിട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ. എന്തായാലും ഒത്തിരി സന്തോഷം. ആണോ? സൂപ്പർ. വേണ്ടേ, നല്ല രസമുണ്ടല്ലേ ഈ കുഞ്ഞി പാത്രങ്ങൾ കാണാൻ. നല്ലൊരു ക്യൂട്ടാ അല്ലേ കുഞ്ഞി, നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതെന്തോ എന്നതിനാണ്, ഏതാ കമ്പനിന്ന് എനിക്ക് കണ്ണാടി ഇല്ലാതെ വായിക്കാൻ പറ്റത്തില്ല കേട്ടോ. എന്തായാലും സൂപ്പറാണ്. താങ്ക് യു. ഒത്തിരി സന്തോഷം കേട്ടോ. ഇന്ന് രാവിലെ അടുക്കളയിലോട്ട് വന്നാണ്ടല്ലോ, ഇന്നലെ പുട്ടായിരുന്നു, അതുകൊണ്ട് ഇന്നും പുട്ടാണ്. കാരണം പുട്ടിന് കഴിച്ചാൽ ലേശം കൂടുതൽ കഴിക്കും. പിന്നെ കറിയൊക്കെ വെച്ചു. പിന്നെ ഇതെന്നാണെന്നറിയോ, ചക്ക. ഇതുകൊണ്ടോ ആവി കയറ്റി വെച്ചേക്കുന്നതാണ്. ഇതെന്തിനാന്ന് ചോദിച്ചാൽ അതൊക്കെ വഴിയേ നിങ്ങൾക്ക് മനസ്സിലാവും. ഉണ്ടോ, 2 എണ്ണത്തിനകത്ത് ആവി കയറ്റി വെച്ച് എന്നിട്ട് ഇച്ചിച്ച് ഇങ്ങനെ തുറന്ന് വെച്ചേക്കുവാണേ. എന്തിനാണെന്നറിയോ, ആവി ഒന്ന് പോകാൻ, വിയർപ്പുള്ളൊക്കെ ഇതിനകത്ത് വീഴാതിരിക്കാൻ. പിന്നെ ചായയൊക്കെ ഇട്ട് കുടിച്ചു, ഫുഡൊക്കെ കഴിച്ചു, ചോറ് വെച്ചു. പണിയാ രാവിലെ എണീറ്റ. പിന്നെ എല്ലാം കഴുകി പെറുക്കി വെച്ചു. ഇനി ഇത് ചക്കപ്പഴം ഇരിക്കും. ഇത് 2 ചക്കപ്പഴമാണ്. ഇതും അതെ അതും അതെ. അപ്പം ഇനി ഉച്ചയ്ക്ക് വരുമ്പോൾ സമയമുണ്ട് ഇവനെ വെട്ടി റെഡിയാക്കണമുണ്ടല്ലോ. നമുക്ക് കുറച്ച് കുമ്പളന വേണം. ഇതൊക്കെ വെച്ചിട്ടൊക്കെ പട്ടി കയറും കേട്ടോ. ഇതൊക്കെ ചുമ്മാ പറയുന്നതാണേ, നീലം വെച്ചാൽ പട്ടി കയറിയെന്ന്. മഴയുള്ളപ്പോൾ നമുക്ക് പിന്നെ പറിക്കാൻ പാടാവും. അയ്യോ, കാച്ചിലുവള്ളിയെല്ലാം കയറി നമുക്ക് പറിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ലോ. ചൂട്ടിലെല്ലാം ചേട്ടായി വെട്ടിക്കളഞ്ഞു. ഇനി അതൊരു പണിയാവുമോ? കുമ്പളലയ്ക്ക് വേറെ പോകേണ്ടി വരുമോ? ഇതേന്ന് പറിച്ചെടുക്കണം. നോക്കട്ടെ എത്തുമോ, പറിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് നോക്കട്ടെ. ഉച്ചയ്ക്ക് ചോറിനാ കറി വന്നേക്കുന്നതാണേ. ചക്കപ്പഴം വന്ന് വെട്ടി അടത്തിയതേ അടിച്ചെടുക്കുക. കുരു മാറ്റി വെച്ചു. കുരു 5-6 കൊണ്ടുപോവാ. ഇത്രയും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. എളുപ്പം ചെയ്യും കേട്ടോ. വന്നിട്ടിക്കാരേ ഇതൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്നതുകൊണ്ട് നമുക്ക് വലിയ മീച്ചമില്ല. പക്ഷേ കിട്ടാത്തവർക്ക് ഇതിനെയൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പം ഞാൻ ഇവനെ റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. നിങ്ങൾക്ക് ചക്കപ്പഴം കണ്ടിട്ട് പുറത്തൊക്കെ ഉള്ളവർക്ക് കൊതി വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഓരോന്ന് എടുത്തോ പുറത്തുനിന്നല്ലാതെ ഞാൻ എന്നാ പറയാനാ. കുമ്പിളിന് മാവൊക്കെ റെഡിയാക്കി സെറ്റാക്കി കുഴച്ച് വെച്ചു. ഇനി ഇവൻ ഇവിടെ ഇരുന്നൊന്ന് സെറ്റായി റെഡി ആയിരിക്കട്ടെ. ചേട്ടന്മാർ കുമ്പിളയിലൊക്കെ പറിച്ചു തന്നെ കേട്ടോ. അപ്പം കഴുകി വെച്ചതാണ് ഞാൻ. അപ്പം കൊട്ടയ്ക്കകത്ത് വെക്കണം, വെള്ളം പോയിരുന്നോളൂ ഞാൻ വരുമ്പോഴത്തേനും. അപ്പം ഇവിടെ ഇരിക്കട്ടെ സെറ്റായിട്ട്. അപ്പം നമ്മൾ ചക്ക വാട്ടി വെച്ചത് സെറ്റായി റെഡിയായി തണുത്ത് ഇവിടെ ഇരിപ്പുണ്ട്. ഇവനെയും കൂടെ നമുക്ക് ഒന്നെങ്കിൽ പാക്കറ്റിലാക്കി വെക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രത്തിലാക്കി വെക്കണം. ചക്കപ്പഴത്തിൻ്റെ കുരു ഉണക്കാൻ വേണ്ടി കൊണ്ടുവച്ചതാണ്. ഉണ്ടോ, ഇവിടെ ഭയങ്കര വെട്ടമായി കേട്ടോ. ഇവിടെ ആ ഒരു മുരിക്ക് പൊട്ടി. ഇതാണ് എൻ്റെ ചെടി പൊട്ടിയെന്ന് പറഞ്ഞേടാ. അയ്യോ, എൻ്റെ ചെടിയൊക്കെ പൊട്ടിച്ചോ? പിന്നെ ആരാ പൊട്ടിച്ച? പിന്നെ ആരാ പൊട്ടിച്ച? മരം എങ്ങനെയാ വീണ? ആണോ? അതാ പുത്തൻ ചട്ടി മേടിച്ചോണോ? അല്ല, നിന്റെ ഒരു ചട്ടി തന്നാൽ മതി. അത് പൊട്ടിപ്പോയി. അത് താഴെ അവൻ വലിയ മരം വെട്ടിയിട്ടപ്പോഴത്തേനും അതിൻ്റെ പുറത്തോട്ട് വീടാന്ന് തോന്നുന്നു. അപ്പം ഞാനേ ഓടി ഒന്ന് ഉപ്പറക്കൊക്കെ പോയിട്ട് വരട്ടെ. അപ്പോൾ തൊഴിലുറപ്പിനൊക്കെ പോയിട്ട് വന്നിട്ട് പുറത്ത് തന്നെ നിന്ന് വൈകുന്നേരം ആയിട്ടോ. പുറത്ത് തന്നെ നിന്ന് ഷൂ സോക്സ് എല്ലാം മാറി കഴുകി, ഷർട്ടും തുറന്നും എല്ലാം കഴുകി ഇട്ടിട്ട് തലയും കൂടെ പുറത്ത് നിന്ന് കഴിക്കൊണ്ട് വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഓറ് തുറന്നത്. അതുകൊണ്ട് കുളിക്കാനായിട്ടുള്ള വെള്ളം ചൂടാക്കുന്നതുകൊണ്ട് ഇവിടെ എല്ലാം ചെറുതായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നേ തല കഴിയുമ്പോഴേ. എന്നിട്ട് തണുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എന്നാ വിചാരിച്ചെന്നറിയോ, വീഡിയോ ഇത് ബാക്കിയും കൂടെ എടുത്തിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും ആ വെള്ളം ചൂടാകുന്ന സമയത്ത്. സമയമില്ല കേട്ടോ. സമയം കുറവുകൊണ്ടാണ്. നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കുക. എന്താ പറയുന്നത്, പോട്ടെ നമ്മുടെ സിന്ധു അല്ലേ എന്ന് വിചാരിച്ച് നിങ്ങളെല്ലാവരും അങ്ങ് വിട്ട് കളയാം കേട്ടോ. എന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്ന എന്തോ ഒരു ഭയങ്കരമായിട്ട് തലവേദന എടുക്കുന്നത്. അതാണ് ഞാൻ തല അവിടെ നിന്ന് കഴിയുന്നത്. പിന്നെ വന്നതേ പെട്ടെന്ന് ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിച്ചു. വന്നിട്ട് വെള്ളം വെച്ച് കഴിച്ചൊന്നുമില്ല. ഇനി കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഉപ്പാറയ്ക്കൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് പോകേണ്ട കാര്യമുണ്ട്. അതിന് ഉപ്പാറയ്ക്കൊന്ന് പോകണം. സന്ധിക്കുമ്പോൾ തിരിച്ചു വരണ്ടേ. ഇപ്പോൾ സമയം 5:15 കേട്ടോ. അപ്പോൾ പോയിട്ട് വരണം.
അയ്യോ ഇന്ന് തൊഴിലുറപ്പിനൊക്കെ പോയപ്പോൾ വാർത്ത കണ്ടോ, അമ്മയും അപ്പനും കൂടെ ഒരു കുഞ്ഞിനെ കൊന്നിക്കുന്നത്. കുഞ്ഞല്ല, വലിയ പെണ്ണ്, കല്യാണം കഴിച്ചു വിട്ട പെണ്ണ്. അതും ആ അച്ഛനും അമ്മയും ഇട്ടേക്കുന്ന പേര് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഏഞ്ചൽ. ഒരു മക്കളുണ്ടാകുമ്പോൾ എത്രമാത്രം സ്നേഹത്തോടെ ഓരോ പേരൻസൊക്കെ പേരൊക്കെ ഇടുന്നതെന്നറിയോ. ഏഞ്ചൽ എന്ന് വെച്ചാൽ എന്നാ, മാലാഹ. അവരുടെ ജീവിതത്തിലോട്ട് കടന്നു വന്ന മാലാഹയാണ്. പക്ഷെ ഇപ്പം ആ പെണ്ണ് കാരണം തന്നെ ആ തന്തയും തള്ളയും ജയിലിൽ പോകണം അല്ലേ. ഒരു പരിധി വരെ ആ മനുഷ്യനെ ആരും ഒന്നും പറയുന്നില്ലെന്ന്, അത്രയും നല്ലൊരു മനുഷ്യനാണ്. പകൽ ഓട്ടോ ഓടിക്കാൻ പോവും, രാത്രി സെക്യൂരിറ്റി പണിക്ക് പോകും. ഒന്ന് ഓർത്ത് നോക്കി, ഈ മകളൊക്കെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്ന ടൈമിൽ ഈ അപ്പം പോയി തണുപ്പ് അടിച്ച് നിൽക്കുക. പോട്ടെ, എല്ലാം പൊക്കോട്ടെ, കല്യാണം കഴിപ്പിച്ചു വിട്ടു, അവിടെയും പോയി അലമ്പും പ്രശ്നം ഉണ്ടാക്കിയിട്ട് വീട്ടിൽ വന്നിരിക്കുന്നു. എന്നിട്ട് ഇറങ്ങി പോകുന്നു, പുള്ളിക്കാരത്തേക്ക് തോന്നുമ്പോൾ വരുന്നു. കണ്ടില്ലേ, സ്വന്തം കെട്ടിയവനെ വേണ്ട, എന്നിട്ട് പിന്നെ ഇങ്ങനെ അലകുലത്തായിട്ട് നടക്കും. ആ തന്തയ്ക്ക് നല്ല ഒരു അച്ഛനും അമ്മയും ഒരു മരണത്തെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ല അല്ലേ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇന്ന് ശരിക്കും വാർത്ത കണ്ടിട്ടുണ്ടല്ലോ, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നി കേട്ടോ, ഭയങ്കരമായിട്ട്. ശരിക്കും എൻ്റെ പൊന്നുദൈവമേ, ഇത് എന്നാ ജനിപ്പിച്ച കൈകൊണ്ട് കരങ്ങൾ തന്നെ, അഭയം കൊടുത്ത കരങ്ങൾ തന്നെ എല്ലാം ഇങ്ങനെ കൊല്ലും പോലെ ഭയങ്കരം തന്നെ. പറയാതിരിക്കാൻ മേല. അമ്മനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ ഇപ്പൊ ലാസ്റ്റ് വാർത്ത കണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അമ്മ കൈ പിടിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞത്. അപ്പം കഴുത്ത ഞെരുക്കുന്നു. അത് എന്തുകൊണ്ടാ ചെയ്തതെന്ന് പറഞ്ഞ കാരണം കണ്ടോ, പോലീസിന്റെ മുമ്പിൽ തൊഴുതു പിടിച്ച ആ അപ്പം പറഞ്ഞത് സവി കെട്ടിട്ടാ സാറേ എന്ന് ദയനീയ അവസ്ഥ പറഞ്ഞത്. എന്താ പുള്ളിയുടെ അച്ഛനെ അടിക്കുകയും ദ്രോഹിക്കുകയോ ഒക്കെ ഇവിടെ ചെയ്യുവാന്ന്. എന്തൊരു കാലമായി ഇത്, എങ്ങോട്ടാ നമ്മുടെ ഈ തലമുറകളുടെ പോക്ക്? എൻ്റെ ഈശ്വരൻ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പരിധി വരെ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ, എന്തൊരു ഇതാണെങ്കിലും ഒരു 10-20 വയസ്സ് വരെയൊക്കെ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ പിന്നെ നമ്മൾ ഒരു പരിധി ഉണ്ട്, അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. പിന്നെ പോട്ടെ, ഡൈവോഴ്സ് ആയോ അല്ലെങ്കിൽ കിട്ടിയാനെ പറ്റിയെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇങ്ങനെ വരുമ്പോഴേ നല്ലതല്ല. നമുക്ക് മനസ്സിൽ എന്നാ പറയുന്നത്, ഉൾക്കൊള്ളാൻ പറ്റിയല്ല. മക്കളാണെങ്കിൽ പോലും ഉൾക്കൊള്ളാൻ പറ്റിയെന്നുണ്ടാ നമ്മൾ കൊല്ലാനും പിടിക്കാനും ഒന്നും നിൽക്കേണ്ടതേ, അവരെ അവരുടെ വഴിക്ക് വിട്ടാൽ ഇവിടെ പറ്റിയല്ല, ഈ വീട്ടിൽ പറ്റിയല്ല എന്ന് അപ്പനും അമ്മയും പറഞ്ഞാൽ മതി. ഇപ്പം ആ വയസ്സിനകാലത്ത് ഈ തന്തയും തള്ളയും പോയി ജയിലിൽ കിടക്കണ്ടേ? ആ പ്രായമായ വെളുപ്പിനെ ആരും നോക്കും? എൻ്റെ ദൈവമേ, ശരിക്കും എന്നതൊക്കെയാണെന്ന് അറിയത്തില്ല കേട്ടോ, എന്നതൊക്കെയാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അടുത്ത വാർത്ത, ജപ്പാനിൽ 5-ാം തീയതി 4 മണിക്ക് വെളുപ്പിനെ സൈന്യങ്ങളൊക്കെ അവിടെ നശിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രവചനം വന്നിട്ട് അതെല്ലാവർക്കും ഒരു ഭയവും പേടിയേട്ടത്. അങ്ങനെ ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ പിന്നെ ഒരു യാത്ര പോകാനായിട്ടൊക്കെ ഇരിക്കുകയല്ലേ, അപ്പോഴത്തേനും എൻ്റെ ഒരു ചേച്ചിക്കുട്ടി മെസ്സേജ് ഇട്ടൊക്കെ, ഈ 2-3 ദിവസങ്ങളിൽ പോകണ്ട കേട്ടോ, ഇങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കേൾക്കുന്നെന്ന്. എൻ്റെ പൊന്നിതാ ദൈവമേ, ഒന്നും പറയാനില്ല. എല്ലാ രീതിയിലും കേൾക്കുമ്പോൾ ഓരോന്നും കേൾക്കുമ്പോൾ വിഷമവും വേദനകളും മാത്രം. പിന്നെ നമ്മളോട് തൊഴിലുറപ്പിന് വന്നുകൊണ്ടിരുന്ന ഒരു ചേച്ചിയെ, ആ ചേച്ചി പനിയായിരുന്നു കേട്ടോ. എന്നിട്ട് ആ ചേച്ചി ഒരു ചേച്ചിയാണ്, വെറും ശുദ്ധഭാവം. ദൈവം ചില സമയത്ത് ഞാൻ ഓർക്കും, ഈ പാവങ്ങളെ ദൈവം തേടിപ്പിടിച്ച് അങ്ങനെ വയ്യായി വരുത്തുന്നത്. അതത്രയും പാവം ഒരു ചേച്ചിയെ. ആ ചേച്ചി പിന്നെ പനിയായിരുന്നു. എന്നിട്ട് സാധാരണ ആശുപത്രി പോയി മരുന്ന് വാങ്ങിച്ചു. എന്നിട്ട് വന്ന് 2 ദിവസമായപ്പോഴത്തേനും പുള്ളിക്കാരത്തേക്ക് ബ്ലീഡിങ് ആയി. അപ്പോൾ പിന്നെ പെട്ടെന്ന് വേറെ ആശുപത്രി കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ടൊന്നും എന്നാ കാര്യമൊന്നും മനസ്സിലാകുന്നില്ല. ഇപ്പം ലാസ്റ്റ് കുറേ ദിവസം 2-3 ദിവസം എടുത്തു കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് എലിപ്പനിയാണെന്ന്. പരിസരങ്ങളെ ഒന്നാമത്തെ കാര്യം, നമ്മൾ പരിസരങ്ങൾ ഈ മഴ ടൈമിൽ വൃത്തിയാക്കി ഇടണം. എത്ര വൃത്തിയാക്കി ഇട്ടാലും ഈ എലിയും പട്ടിയും പൂച്ചയൊക്കെ വരും. നമ്മളെ സിറ്റൗട്ട് തന്നെ ആയിട്ടില്ലേ, നമ്മൾ എത്ര നീറ്റാക്കി ഇടുന്ന ഉള്ളവരുടെ പട്ടിയും പൂച്ചയെല്ലാം വന്ന് കയറും. നിങ്ങൾ കാണുന്നതല്ലേ, ഞാൻ ഇത്രമാത്രം വൃത്തിയാക്കിയിട്ടാലും നമ്മുടെ വീട് പരിസരം ഞാൻ അത്രയും നിസ്സാരം ഒരു ചക്ക വെട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആ മടൽ കൂടെ കുഴിച്ചിടും. ഇതല്ലെങ്കിൽ നമ്മുടെ പിന്നെ അത്രയും ഇങ്ങോട്ട് കുവിച്ചൊന്നും വരത്തില്ലാത്ത ഏരിയയിൽ കൂടെ കളയും. അങ്ങനെ ചെയ്യും. എന്നാന്ന് ചോദിച്ചാൽ കൊതുകും ഈച്ചയും ഒക്കെ ഉണ്ടാകാണ്ടിരിക്കുന്നത്. ഈ മഴ കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഒരു വലിയ മഴ കഴിഞ്ഞിട്ട് ചെറിയൊരു വെയിലും വെട്ടവും ഒക്കെ വരുന്ന സമയത്താണ് ഈ കൊതുക് കൂടുതലായിട്ട് ബ്രീഡ് ചെയ്യുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ആ സമയത്ത് കൊതുകിനെ പെരുപ്പിക്കാൻ വേണ്ടി ഉള്ള ചക്കയും വെട്ടിയിട്ട് മാങ്ങായും പഴുത്തഞ്ഞ്, ഈ മഴക്കാലത്താണ് രോഗങ്ങൾ കൂടുതൽ, ഡെങ്കിപ്പനി എലിപ്പനിയും ഒക്കെ വരുന്ന സമയം. അതൊരു പരിധി വരെ നമ്മുടെയൊക്കെ വൃത്തിയില്ലായ്മ കൊണ്ട് തന്നെയെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഈ ചേച്ചിക്ക് ഇപ്പം സ്ഥിരീകരിച്ചേക്കുന്ന എലിപ്പനി.
എന്നിട്ട് ഇന്നൊരു സാറ് ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു തൊഴിലുറപ്പില്. ക്ലാസ് എടുക്കാനും വന്നു. ഞങ്ങൾക്ക് മരുന്ന് തന്നിട്ടുണ്ട്, പ്രതിരോധ ഗുളിക. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വന്നു കഴിഞ്ഞാൽ ജീവൻ വരെ പോകുന്ന അപകടമുള്ളതാണ്. ഡെങ്കിപ്പനി ആണേലും അതെ, ഈ എലിപ്പനി ആണേലും അതെ, പിന്നെ ചെള്ളുപനി എന്ന് പറഞ്ഞാൽ ആ സാറ് തിരുവനന്തപുരംകാരനാണ്. ആ സാറ് പറയാം തിരുവനന്തപുരത്തൊക്കെ ചെള്ളുപനി എന്നും പറഞ്ഞോണ്ടാ, എന്നിട്ട് മരണം വരെ പെടാന്നാ നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഇപ്പം തൊഴിലുറപ്പിൽ ഞാൻ പോകുന്നു, വെള്ളമൊക്കെ കെട്ടി കിടക്കുന്നതോടൊക്കെ ആയിരിക്കും ചിലപ്പോൾ പണിയേണ്ടത്, ചിലപ്പോൾ കാലം ഒരുമായിരിക്കും ചെയ്യേണ്ടത്. അപ്പം നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ പണി ചെയ്യാനായിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പം അതിനകത്തൂടെ രാവിലെയൊക്കെ ആണെങ്കിൽ എലിയും കിളിയൊക്കെ പോട്ടോ കാണും. അപ്പം നമ്മുടെ കാലയിൽ ഇപ്പം ഞാൻ ഷൂട്ടെന്ന് പറഞ്ഞിട്ട് അമ്മമാരും പ്രായമുള്ളവരൊന്നും ഷൂ ഒന്നും ഇട്ടുണ്ടായിരിക്കില്ല. അപ്പത്തിന് നമ്മുടെ തൊലിയൊക്കെ നേർത്തതാകുമ്പോഴത്തേക്കും അതിൻ്റെ അണുക്കൾ കയറി നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കും. അതുകൊണ്ട് കഴിവതും മഴ ഉള്ള സമയത്ത് നമ്മൾ പരിസരം എല്ലാം ശുദ്ധിയാക്കി വൃത്തിയാക്കി ഇടുക കേട്ടോ. എനിക്ക് എൻ്റെ ദൈവമേ, അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും എല്ലാം എനിക്ക് ചില നേരം സങ്കടവും വിഷമവും വേദനയും വരും. എല്ലാം ഒരുമാതിരി ഇങ്ങനെ അപ്പടി വൃത്തികേടായിട്ടേ. ഇപ്പൊ ഈ പോകുന്ന വഴിക്ക് കാണുന്നേ നമുക്കിങ്ങനെ ഈ അളിഞ്ഞളിഞ്ഞ കാര്യം. നമുക്ക് ചക്ക ഭയങ്കര ഇഷ്ടമുള്ള സാധനം. ചക്ക കൊണ്ട് നമ്മൾ പല വിഭവങ്ങളും ഉണ്ടാക്കിയിരിക്കും. പക്ഷെ ഇത് അളിഞ്ഞു കഴിഞ്ഞോണ്ടല്ലോ, പണ്ടൊക്കെ പന്നിക്കൂടെന്ന് പറഞ്ഞ പന്നിയെ വളർത്തുന്നുണ്ട്, അതിനേക്കാട്ടി ചീത്ത സ്മെല്ല. അപ്പൊ അതിനനുസരിച്ച് ഈ അണുക്കളാ പോകുന്നത് അല്ലേ. എനിക്ക് എന്നാണോ എന്തൊക്കെയോ ഇതെല്ലാം കൂടെ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ട്. സത്യം പറയാം, എനിക്ക് എന്തൊക്കെയോ ഒരു വിഷമം. അതിൻ്റെ കൂടെയാണ് ഇങ്ങനെയുള്ള ന്യൂസുകളും കാര്യങ്ങളും. എന്നെ ചെയ്യാൻ പറ്റും അല്ലേ, ദൈവമേ മതി. പിന്നെ കേട്ടില്ലേ, വീട്ടമ്മ കാമുകനും കൂടെ വെള്ളത്തിൽ ചാടി, ആറ്റിൽ പോയി ചാടി, കാമുകൻ ചെത്തു, വീട്ടമ്മ നീന്തി കയറി. അവള് മനഃപൂർവ്വം കൊണ്ട് ചാടി ചേർത്തിയല്ലേ. സ്വന്തം കെട്ടിയവനില്ലാത്തത് എന്നതാ മറ്റുള്ളവർക്കുള്ളത് അല്ലേ. അങ്ങനെ തേടി ഇവളുമാരൊക്കെ എന്നതാ പറയേണ്ടത്. എന്നിട്ട് ഏതോ ഒരു വീട്ടിലെ തണ്ടയ്ക്കും തള്ളയ്ക്കും കഞ്ഞി കൊടുക്കേണ്ടവൻ അവൻ വെള്ളത്തിൽ ജീവൻ കളഞ്ഞു. ഞാൻ ഇങ്ങനെയൊക്കെ പോകുന്നവന്മാർക്കും ഒക്കെ ഇതൊക്കെ ഒരു നല്ല കാര്യമാവും. എൻ്റെ പറയാൻ മനസ്സിലിരിപ്പിന് എവിടെയായാലും അങ്ങനെ തീരത്തേ ഉള്ളൂ. അല്ലാണ്ട് നല്ല രീതിയിൽ ജീവിതമാവുമോ? ഒരിക്കലും നല്ല രീതിയിൽ ശാശ്വതമാകത്തില്ല. ഭാര്യ ഭർത്താവിനെ വഞ്ചിച്ചിട്ടോ, ഭർത്താവ് ഭാര്യയെ വഞ്ചിച്ചിട്ടോ, കുടുംബക്കാരെ വീട്ടുകാരെ വഞ്ചിച്ചിട്ടോ ലോകത്ത് ഒരിടത്തും നല്ലൊരു ഇത് കണ്ടിട്ടില്ല അല്ലേ. അവിടെ ചത്തു ഇവിടെ ചത്തു എന്നൊക്കെ. അതിനെക്കാട്ടി ഒരു വിഷമം തോന്നിയൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ തൊഴിലുറപ്പിനുണ്ടല്ലോ ഒരു ചേട്ടനുണ്ടായിരുന്നു. ഒത്തിരി പ്രായമുള്ളവരാണ് കൂടുതലേ. കുഞ്ഞുകുട്ടിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ചേട്ടൻ 10-78 വയസ്സെങ്കിലും കാണുമെന്ന് നോക്കി ഇന്ന് അവിടെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ പറയുന്നത് കേട്ടെ. ആള് എൻ്റെ ദൈവമേ ഒരു വശം നേരെ എണീറ്റ് കഴിഞ്ഞ പണിക്ക് വരെ വന്നതാ. കഴിഞ്ഞ മാസത്തെ അതായത് നമുക്ക് ജൂലൈക്ക് മെയ് മാസത്തേലെ ഇതിന് വരെ വന്നതാണ്. പക്ഷെ ആൾക്ക് എണീക്കാനും വരാ, ജോലി ചെയ്യാനും വരാത്തൊരവസ്ഥയിലായി പോയെന്നൊന്ന് ഓർത്ത് നോക്കി. എന്നിട്ട് അതിനെ അങ്ങോട്ട് ആശുപത്രി പോയിട്ട് വന്നപ്പോഴത്തേനും അവരുടെ ആടി ചത്ത് കിടക്കാന്ന്. എന്നിട്ട് ചില നേരം ഇങ്ങനെ മൊത്തത്തെ എനിക്കുണ്ടല്ലോ ഉറക്കമില്ലാത്ത ഇതാ ഇങ്ങനെ ഈ ചുറ്റുവട്ടം മൊത്തം ഇങ്ങനെ ഞാൻ നോക്കുവേ. നമ്മുടെ അപ്പുറത്താണെങ്കിലും ഇപ്പുറത്താണെങ്കിലും എന്തെങ്കിലും വിഷമങ്ങളും വേദനകളും വരുമ്പോൾ അത് നമ്മുടെ വേദനയായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്. എനിക്കറിയത്തില്ല. എനിക്കൊരു ഭയങ്കര വിഷമം. ഇപ്പം ഈ സത്യം പറയാലോ, അപ്പൻ്റെ ആ ദയനീയ അവസ്ഥയിലുള്ള ആ പറച്ചിലും ഒക്കെ ഒന്ന് ഓർത്ത് നോക്കിയേ. ഒരു മകൾക്ക് ജന്മം കൊടുത്ത് ഈ മാലാഹ എന്ന് പേരിട്ട് അവളെ പഠിപ്പിച്ച് ഞാൻ ആ പെൺകുട്ടി ലാബ് എങ്ങാണ്ട് ലാബിലെ എങ്ങാണ്ട് ജോലിയുള്ള പെണ്ണ അത്രയും വരെ പഠിപ്പിച്ച് വണ്ടി ഓടിക്കാനും പഠിപ്പിച്ച് അവള് രാത്രി വണ്ടി എടുത്തുകൊണ്ട് ലോകമൊക്കെ കറങ്ങിയിട്ട് വരുമ്പം ചോദ്യം ചെയ്തേന് പിന്നെ എല്ലാവരും അടിക്കും വന്ന. അപ്പൊ ആ കല്യാണം കഴിച്ച ചെറുക്കനും ഇവളുടെ അടുത്ത് ജീവിക്കാൻ പറ്റത്തില്ല എന്നിട്ടായിരിക്കും ആ ചെറുക്കനെ ഒന്നും പറയണ്ടായിരിക്കും. എന്നാ പറയാനല്ലേ. ഒത്തിരി കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നും കേട്ടോ. ഇതൊക്കെ എന്നതാണോ ശരിക്കും വിഷമവും വേദന തോന്നുക. എൻ്റെ ദൈവമേ, ലോകത്തിൻ്റെ ഒരു പോക്കല്ലേ ശരിക്കും. ഓരോ എനിക്ക് ആ അപ്പൻ്റെ അമ്മയുടെ അവസ്ഥ ഓർമ്മ. ഈ കാരണന്മാരാരും നോക്കുന്നേ ഒന്ന് ഓർത്ത് നോക്കേ. എൻ്റെ ദൈവമേ, പാടുപെട്ട് വളർത്തി വലുതാക്കി കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടല്ലോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു പരിധി വരെ ഒത്തിരി പേരൻസ് ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട്. 10, 20, 25 വയസ്സായി കഴിയുമ്പോൾ തുടങ്ങി അമ്മമാരെ അപ്പന്മാരെ എൻ്റെ കണ്ണിന് കണ്ടിട്ടുള്ള കാഴ്ചകളുണ്ട്. അമ്മമാരെ അടിക്കുകയും വലിക്ക് തള്ളേ എന്ന് പറഞ്ഞ സിഗരറ്റ് വായി കുത്തിക്കയറ്റി വെക്കുകയും പിന്നെ നിങ്ങൾക്ക് തിരുവാതിര അറിയാവോ എന്നൊക്കെ ചോദിച്ചു ഡാൻസ് കളിക്കുന്ന മോളൊക്കെ മക്കളെ മുമ്പിൽ കിടന്ന് കാണിച്ചിട്ട് അമ്മയോട് കളിക്കാൻ പറയുകയും ഒക്കെ ചെയ്ത് എൻ്റെ കണ്ണിന് കണ്ട കാഴ്ചകളുണ്ട്. അപ്പൊ ഞാനൊന്ന് ഓർക്കുക, എന്തേലും അമ്മമാരെ സഹിച്ച് കിടക്കുന്നുണ്ടെന്നറിയോ. അമ്മമാരും ഒപ്പന്മാരും ഈ മക്കളെ ഓർത്ത് സഹിച്ച് കിടന്നുകൊണ്ട് മിണ്ടാതെയും പേടിച്ചിട്ട് എന്നെ ചെയ്യുന്നതെന്ന് ഓർത്ത് അല്ലേ. അടി കൊണ്ട് കിടക്കുന്നവളുണ്ട്. ഇപ്പൊ സഹി ഇട്ടിട്ട് ഒരു കൊലപാതകവും ഇതല്ല. അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള മക്കളെ നമ്മൾ മനസ്സിൽ നിന്ന് വിട്ട് കളഞ്ഞേക്കുക, ഉപേക്ഷിച്ച് കളഞ്ഞേക്കുക. അവരെങ്ങനെയോ പോട്ടെ, അവരെങ്ങനെയോ ജീവിക്കട്ടെ. പക്ഷെ നമ്മൾ വയസ്സന കാലത്ത് ജയിലിൽ പോയി കിടക്കേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടോ? സത്യമായിട്ടും
പറയുന്നത് തെറ്റാന്ന് എനിക്കറിയാം, മക്കളെയൊക്കെ തള്ളിക്കളയരുത്, നമ്മൾ സംരക്ഷിക്കാം. പക്ഷെ നമ്മളെയും നമ്മുടെ പേരൻസിനെയും ഒക്കെ അടിക്കുകയും ഇടിക്കുകയും വീട്ടിൽ കിടന്ന് ആ പുള്ളിയുടെ അച്ഛനും അമ്മയും ഉണ്ട്. അത്രയും പ്രായമുള്ള പിന്നെ കാരണവന്മാരോട് മുട്ട വഴക്കും ഉള്ളു, ഭയങ്കര അലമ്പും പ്രശ്നമൊക്കെയാണെന്നാണ് ഇപ്പം ന്യൂസിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ ഒക്കെ എന്നാ ആവുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും കണ്ടിട്ടൊരു ദയനീയ അവസ്ഥ തന്നെ. എൻ്റെ പൊന്നു മാതാവേ, ഒരു ദയനീയ അവസ്ഥ തന്നെ കേട്ടോ. ഓഹോ, എനിക്ക് എന്നാ പറയേണ്ടതെന്ന് പോലും അറിയത്തില്ല ഇന്നത്തെ വീഡിയോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ശരിക്കും ഞാൻ ഇന്നത്തെ ആ ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ തലയ്ക്കകത്ത് ഇങ്ങനെ കൂട്ടി. അതിനിടെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ചേച്ചിക്കാണ് ഇപ്പം ഇങ്ങനെ വയ്യാഴികയായിട്ട് അതിന് എലിപ്പനിയാണെന്ന് സ്ഥിരീകരിച്ചു. എൻ്റെ ദൈവമേ ഒന്ന് ഓർത്ത് നോക്കി. ഓ, എന്നാ ഒരു അവസ്ഥയാണ്. അന്നന്ന് പണി ചെയ്ത് ജീവിക്കുന്ന വീട്ടിലൊക്കെ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴേ എൻ്റെ പൊന്നു ദൈവമേ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുഞ്ഞുകുട്ടി എന്ന് പറഞ്ഞാൽ ചേട്ടനും വയ്യാണ്ടായി. അതിൻ്റെ എല്ലാം ഒരു മാനസിക ടെൻഷനും വിഷമവും. നമ്മൾ ഈ അത്രയും 62 പേരുണ്ടെങ്കിൽ ആ 62 പേര് നമ്മുടെ ആൾക്കാർ, നമ്മുടെ സ്വന്തം, അവിടെ നിൽക്കുന്ന അത്രയും നേരം നമ്മുടെ സ്വന്തം എന്നുള്ള ഒരു ഇതിലാണ്. എല്ലാവരും അടിപൊളിയാണ്, ഇങ്ങനെ തമാശയും കളിയും ചിരിയൊക്കെ അവിടെ. അതുകൊണ്ട് തന്നെ എനിക്ക് തൊഴിലുറപ്പിന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവിടെ അത്രയും പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. പക്ഷെ ആ നമ്മുടെ കൂട്ടത്തിലുള്ള ആ ഗ്യാങ്ങിലുള്ള ആർക്കെങ്കിലും ഒരു വയ്യാഴികയെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര വിഷമവും തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ കുഞ്ഞുട്ടിച്ചാറിന് വേണ്ടിയിട്ടും നമ്മുടെ ആ ചേച്ചിക്കുട്ടിക്ക് വേണ്ടിയിട്ടും എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥനാ സമയത്ത് കഷ്ടപ്പെടുത്തുകയും ദുരിതപ്പെടുത്തുകയും ഒന്നും ചെയ്യരുത് ദൈവമേ. പെട്ടെന്ന് ഈ സുഖമില്ലായ്മയെല്ലാം മാറ്റി ആരോഗ്യപൂർണ്ണമായിട്ട് ജീവിതത്തിലോട്ട് തിരിച്ച് നല്ല ഇതായിട്ട് എനർജിയായിട്ട് വരാനായിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ.